അർജന്റീന ലോകകപ്പ് ഫൈനൽ തോറ്റോണ്ട് എന്തൊരു സമാധാനം ഉണ്ടല്ലോ ഈ നാട്ടില്. അല്ലെങ്കിൽ എന്തൊക്കെ കാണേണ്ടി വന്നേനെ. ഈ ഫീലിംഗ് അർജന്റീന ഫാൻ ഇല്ലാത്ത എല്ലാവർക്കും മനസ്സിലാവും. എങ്ങാനും ഒരു വീണ്ടും ജയിച്ചിരുന്നെങ്കിൽ ഈ ലോകകപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും വീണ്ടും സ്ട്രെസ് ആയേനെ. ഏതായാലും അവര് തോറ്റ സന്തോഷത്തിൽ ജിമ്മിൽ പോലും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ ജിമ്മിൽ പോയി നല്ലൊരു വർക്കൗട്ട് സെഷൻ കഴിഞ്ഞിറങ്ങി. പിന്നെ വീട്ടിൽ വന്ന് കുളിച്ച് റെഡിയായി ഷോറൂമിലേക്ക് പോകാൻ ഇറങ്ങി. ഇന്ന് ഞാൻ പോകുന്നത് ചെറുവട്ടൂരുള്ള ഷോറൂമിലേക്കാണ്. രാവിലെ ഓഫീസിൽ കയറി കുറച്ചു നേരം നമ്മുടെ റെഗുലർ കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു. ഇന്ന് നമുക്കൊരു എക്സ്റ്റീരിയർ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലയന്റിന്റെ സൈറ്റിൽ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചെറുവട്ടൂർ ഷോറൂമിൽ ഇരിക്കാമെന്ന് തീരുമാനം. ഞാൻ ഉച്ചയ്ക്ക് മുന്നേ ഷൂട്ടിനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ഇന്ന് പോകുന്നത് മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് പിഴക്കാപ്പള്ളിയിലുള്ള കെൻസ് കൺവെൻഷൻ സെന്ററിലേക്കാണ്. ഇവിടത്തേക്കുള്ള മുഴുവൻ സാധനങ്ങളും പർച്ചേസ് ചെയ്ത് പാം ടൈൽസ് പാർക്കിൽ നിന്നാണ്. അപ്പൊ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത ദിവസം തന്നെ പാം ടൈൽസ് പാർക്കിന്റെ ഒഫീഷ്യൽ പേജിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നത് മൂവാറ്റുപുഴ, കോതമംഗലം, പെരുമ്പാവൂർ ഏരിയകളിൽ ഇപ്പോൾ ഒരു ഇവന്റ് നടത്താൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഈ കെൻസിന്റെ കൺവെൻഷൻ സെന്റർ ആണെന്നുള്ളതാണ്. അതിപ്പോൾ പാർക്കിംഗ് ഏരിയ വെച്ച് നോക്കിയാലും ഉള്ളിലെ ഹാളോ അല്ലെങ്കിൽ ഡൈനിങ് ഏരിയ എല്ലാം വെച്ച് നോക്കിയാലും ഈ ഏരിയയിൽ ഒരു 3000-4000 പേരുടെ ഇവന്റ് കംഫർട്ടബിൾ ആയിട്ട് നടത്താൻ പറ്റിയ ഒരു ലൊക്കേഷൻ ഇത് തന്നെയാണ്. നമ്മൾ ആ വെന്യൂവിന്റെ ഓരോ സ്പേസിലും കയറി അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടൈലുകൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ പാം ടൈൽസ് പാർക്കിന് വേണ്ടി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ അതിന്റെ ഒഫീഷ്യൽ പേജിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടുത്തെ ഷൂട്ടിന് ശേഷം നമ്മൾ തിരിച്ച് ഷോറൂമിലേക്ക് ഇറങ്ങി. തിരിച്ച് ഷോറൂമിലെത്തി കുറെ നേരം നമ്മുടെ സ്ഥിരം റെഗുലർ പരിപാടികളൊക്കെ ചെയ്ത് ഇന്നത്തെ ദിവസം അവസാനിക്കും. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.